അങ്ങനെ ഇപ്പോൾ ഡൊർമാമുവിൻ്റെ അറ്റാക്കിലായിട്ട് ഡോക്ടർ സ്ട്രേഞ്ച് ഉടനെ മരിച്ചു പോകുമെന്ന് മനസ്സിലാക്കിയ വോങ് അപ്പോൾ തന്നെ തൻ്റെ മാജിക് പവർ ഉപയോഗിച്ച് വേഗം ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ അടുത്തേക്ക് ശരീരമില്ലാതെ ആത്മാവുകളുടെ രൂപത്തിൽ ചെന്നിട്ട് ഡൊർമാമു ശുദ്ധമായ മാജിക്കിൽ നിന്നും ഉണ്ടായവനാണെന്നും ശുദ്ധമായ മാജിക് ഉപയോഗിച്ച് മാത്രമേ അവനെ തോൽപ്പിക്കാൻ സാധിക്കുള്ളൂ എന്ന് ഡോക്ടർ സ്ട്രേഞ്ചിനോട് വോങ് പറഞ്ഞത്. അപ്പോൾ തന്നെ ഡൊർമാമുവിനെ തോൽപ്പിക്കുവാനുള്ള വഴി ഡോക്ടർ സ്ട്രേഞ്ചിന് ലഭിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മാജിക്കിനെ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള ഡോക്ടർ സ്ട്രേഞ്ച് ആണെങ്കിൽ ആ കഴിവ് ഉപയോഗിച്ച് ഡൊർമാമുവിൻ്റെ പവേഴ്സിനെല്ലാം അബ്സോർബ് ചെയ്യാൻ തുടങ്ങുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് ഡൊർമാമു ആകെ ഞെട്ടിപ്പോവുകയാണ്. മാത്രമല്ല ഡൊർമാമുവിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഐ ഓഫ് അഗമോട്ടോ എന്ന മാല ഇപ്പോൾ സ്വയം ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ കഴുത്തിലേക്ക് പറന്നു ചെന്ന് വീണതും അപ്പോൾ തന്നെ ഡോക്ടർ സ്ട്രേഞ്ച് ആണെങ്കിൽ ഡൊർമാമുവിൻ്റെ പവേഴ്സിനെ മുഴുവനായി അബ്സോർബ് ചെയ്തിട്ട് തൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഐ ഓഫ് അഗമോട്ടോ ഉപയോഗിച്ച് ഡൊർമാമുവിനെ പഴയതുപോലെ ഡാർക്ക് ഡയമെൻഷൻ്റെ ഉള്ളിലേക്ക് തടവിലാക്കുകയാണ്. അങ്ങനെ ഡൊർമാമുവിൻ്റെ കയ്യിൽ നിന്നും ഡോക്ടർ സ്ട്രേഞ്ച് ഭൂമിയെ രക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അത് കണ്ട് അവിടെ നിൽക്കുന്ന വോങ്ങിന് ഒരുപാട് സന്തോഷമാവുകയാണ്. മാത്രമല്ല ഡാർക്ക് ഡയമെൻഷനിൽ നിന്നും നേരത്തെ പുറത്ത് ചാടിയ പിശാചുകളെയെല്ലാം പിന്നീട് ക്ഷീണമൊക്കെ മാറ്റി കണ്ടുപിടിച്ച് കൊല്ലാമെന്ന് ഡോക്ടർ സ്ട്രേഞ്ചും വോങ്ങും തീരുമാനിക്കുകയാണ്. അങ്ങനെ പിന്നീട് ഇനി കുറച്ച് ദിവസത്തിന് ശേഷം നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിനെയാണ് ഇനി കാണിക്കുന്നത്. പുതിയ സോർസർ സുപ്രീമായി മാറി തൻ്റെ ജോലികളെല്ലാം ഭംഗിയായി ചെയ്യുകയാണ് പുള്ളിക്കാരൻ ഇപ്പോൾ. മാത്രമല്ല ഡോക്ടർ സ്ട്രേഞ്ചിനെ സഹായിക്കുവാൻ വോങ്ങും കൂടെയുണ്ട്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്.